സഹോദരങ്ങളെ, കളകളുടെയും നല്ല വിത്തിൻ്റെയും ഉപമയാണ് മത്തായിയുടെ സുവിശേഷത്തിലെ രണ്ടാമത്തെ പ്രധാന ഉപമ. ഒരു മനുഷ്യൻ തൻ്റെ വയലിൽ നല്ല വിത്ത് വിതച്ചു. എന്നാൽ രാത്രി ശത്രു വന്ന് അതിനിടയിൽ കളകളും വിതച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ടും ഒരുമിച്ച് വളർന്നു. ദാസന്മാർ അത് കണ്ട് ഉടനെ കളകൾ പറിച്ചു കളയാമോ എന്ന് ചോദിച്ചു. എന്നാൽ വയലിൻ്റെ ഉടമ പറഞ്ഞു, ഇപ്പോൾ ആവശ്യമില്ല, ഗോതമ്പും നശിച്ചു പോകും, കൊയ്ത്തുകാലത്ത് നമുക്കത് വേർതിരിച്ചെടുക്കാം എന്ന്. ദൈവജനമേ, ഈ ഉപമ നമ്മുടെ ഹൃദയത്തിലെ യാഥാർത്ഥ്യമാണ്. ദൈവം നമ്മിലേക്ക് വചനത്തിലൂടെ നന്മയുടെ വിത്ത് പാകുന്നു. എന്നാൽ ലോകവും അതിലെ ചിന്തകളും ദോഷവും അഹങ്കാരവും പാപത്തിൻ്റെ ആകർഷണങ്ങളും ഇടയിൽ വന്ന് ദുഷ്പുല്ല് കളകൾ പോലെയൊക്കെ വളരാൻ തുടങ്ങും. നന്മയും ദോഷവും ഒരുമിച്ച് നിലനിൽക്കുന്ന അവസ്ഥ നമുക്ക് അനുദിനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. ദൈവം ഉടനെ ശിക്ഷിക്കുന്നില്ല എന്നത് ദൈവത്തിൻ്റെ നീതിയില്ലായ്മയല്ല, പ്രത്യുത ദൈവത്തിൻ്റെ ക്ഷമയും കരുണയും തന്നെയാണ്. അവൻ നമുക്ക് തിരികെ വരുവാൻ വീണ്ടും ഒരു ദിവസം കൂടി സമയം നൽകിയിരിക്കുന്നു. ചിലപ്പോൾ ജീവിതത്തിൽ അനീതി, പാപം, ചതി ഇതൊക്കെ വിജയിക്കുന്നത് പോലെ നമുക്ക് തോന്നാം. അപ്പോൾ ഒരു ചോദ്യവും ഉണ്ടാകും, ദൈവം എന്തേ മിണ്ടുന്നില്ല എന്ന്. ഈ ഉപമ സഹോദരങ്ങളെ നമുക്ക് അതിനുള്ള മറുപടിയാണ് നൽകുന്നത്. കൊയ്ത്തുകാലം തീർച്ചയായും വരും. ദൈവം തന്നെയാണ് അന്തിമ ന്യായത്തിൻ്റെ ഉടമ. അവനെല്ലാം ശരിയാക്കി എടുക്കും. അതിനാൽ പ്രിയരെ, നമ്മുടേത് ഒരു നിർബന്ധം മാത്രം: ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുക, നന്മയെ വളർത്തുക, ഹൃദയത്തെ ശുദ്ധമാക്കുക. പാപം മനസ്സിൽ വളരുന്നത് കണ്ടാൽ ഉടനെ തന്നെ മാറി നിൽക്കുക. പാപബോധവും പശ്ചാത്താപവും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരട്ടെ. സമൂഹത്തിലും സ്നേഹവും ക്ഷമയും വളർത്തുക. പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ദൃഢരാവുക. നമുക്ക് തിരിച്ചറിയാം, നമ്മുടെ ജീവിതങ്ങളെ പുനഃപരിശോധിക്കാം. നമ്മളുടെ നല്ല പിതാവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരാം. കർത്താവായ യേശു പറയുന്നു, ജാഗരൂകരായിരിക്കുവിൻ, ഞാൻ വീണ്ടും വരും എന്ന്. നമുക്കറിയാത്ത സമയത്ത്, അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ ചിന്തയും ഓരോ നമ്മുടെ പ്രവൃത്തിയും പിതാവായ ദൈവത്തെ, കർത്താവിനെ കണ്ടുമുട്ടാനുള്ള ഒരുക്കമാക്കി നമുക്ക് മാറ്റാം. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൻ്റെ വയലാകട്ടെ. നന്മയുടെ ഗോതമ്പ് നമ്മുടെ ഉള്ളിൽ വളരട്ടെ. കർത്താവിൻ്റെ വരവിനായി കൊയ്ത്തുകാരനെ വരവേൽക്കാൻ നമുക്കും സജ്ജരാവാം.